പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആദർശ വലിയ കാര്യമായിട്ട് നവ്യയോട് പറയുവാണ്, നീ ഇനി പരാതിയുമായിട്ടൊന്നും നടക്കണ്ട, നല്ലൊരു സമയം നോക്കി ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അഭിയോട് ഏറ്റെടുത്തോളാൻ പറയുന്നത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പം മുത്തശ്ശൻ സമ്മതിച്ചു അഭി ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുത്തോട്ടെ എന്ന്, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് നവ്യയോട് നയനയോടും ആദർശനോടായിട്ട് പറയുന്നുണ്ട്, അഭിക്കിപ്പം നിങ്ങൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയെ കൊടുത്തിട്ടുള്ളൂ, അതുപോലും നോക്കാൻ അവന് കഴിവില്ല എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. ആദർശ് നന്മമരമായ തൻ്റെ ഭാര്യയുടെ കൂടെ നിൽപ്പുണ്ട്. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം അറിയുമ്പം അജയൻ പറയുന്നുണ്ട്, അവൻ്റെ ചരിത്രം മൊത്തമായിട്ട് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ നിൽക്കത്തൊന്നുമില്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്നത് നവ്യ ആയിരിക്കുകയില്ല, അഭി ആയിരിക്കും. പിന്നെ അവന് ഈ വീട്ടിലോ നമ്മുടെ സ്വത്തിലോ യാതൊരു അവകാശവും കാണിയല്ല എന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.